അയലത്തെ ജനലിലൊരമ്പിളി. ഹലോ 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 എന്താ? ഹലോ എന്താ? ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. പറ. അത് 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 ഒന്ന് പറയടോ. അത് പിന്നെ പറഞ്ഞാ മതിയോ? അമ്മാവോ അമ്മാവാ അമ്മാവാ കാപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്, വേഗം പോയി കാപ്പി എടുത്ത് കുടിക്കാം അമ്മാവാ. അതെ, ഒരു തമാശക്ക് എല്ലാവരും എന്നെ അമ്മാവാന്നാ വിളിക്കാറ്. ഈ ഫാൻസി ഡ്രസ്സിൽ എനിക്ക് സ്ഥിരം അമ്മാവന്റെ വേഷമായിരുന്നു, അതുകൊണ്ട് അല്ലേടാ ചന്ദ്രു. ദേ വൈകിക്കണ്ട, കാപ്പി എടുത്ത് കുടിച്ചിട്ട് വേണം വാദത്തിന്റെയും വായു കോപത്തിന്റെയും ഒക്കെ മരുന്ന് കഴിക്കാൻ. ചെല്ലു പെട്ടെന്നാട്ടെ. ഒരു മിനിറ്റ് ഇങ്ങോട്ട് വന്നേ. അതെ, ഇത്രയും നാള് നമ്മൾ സമപ്രായക്കാരായിരുന്നല്ലോ, പെട്ടെന്ന് എവിടെ വന്നു ഈ അമ്മാവനൊക്കെ? ഇവിടെ നിന്ന് മഞ്ഞളരയ്ക്കാതെ വേഗം അകത്തേക്ക് പോകാൻ നോക്കൂ. അല്ലെങ്കിൽ വേണ്ട, ഈ 3 വേ ലവ് ഞാൻ മാറിത്തരാം. നീ ലവ് ചെയ്തു. അതാന്നല്ലേ, ചെല്ലേ. ആക്ച്വലി ഞാൻ എന്താ മോളെ ഒരു ചൂച്ചു ശബ്ദം? ഞാനും കേട്ടു, ആരോ വിളിക്കുന്ന പോലെ. അപ്പൊ നേരത്തെ ഹലോ ഹലോ എന്ന് വിളിച്ചത് അവന്മാരാണല്ലേ? അതെ. അത് പറ. ഞാൻ വിചാരിച്ചു തൊട്ടടുത്ത് ടെലഫോൺ ബൂത്തായിരിക്കുമെന്ന്. വിജയ ചേട്ടാ വാ വാ. ഹലോ മാറ്റിയവൻ ചൂവാക്കി. ശബ്ദം പിടിച്ച് വേഗം പോടാ. നിന്നെ ഞാൻ എന്തിനാ വിളിക്കുന്നത്? ഞാൻ തന്നല്ലേ, ഞാൻ പിടിച്ചോ. ഈ ഏരിയ എന്നാണ് വന്നത്. എന്താണ് മാഷ പ്രശ്നം? ഇപ്പൊ എന്താ പ്രശ്നാശാനെ? ഓണറെ, ഇവൻ ഞങ്ങളുടെ പെങ്ങളെ ഷൂ ഷൂന്ന് വിളിച്ചു. ഞാനല്ല, ഈ പമ്പിന്ന് വന്ന ശബ്ദ. പമ്പ? പമ്പ്, കാറ്റടിക്കുന്ന മെഷീൻ, അതിന്റെ ശബ്ദമായി. പെണ്ണുങ്ങളെ വിളിക്കാനും മെഷീൻ ഇറങ്ങിയ? നീ അത് വെച്ച് ഞങ്ങളുടെ പെങ്ങളെ വിളിക്കൂല. ഇത് ശരിയാവില്ല കേട്ടാ. എന്റെ മാഷ്, ഇത് സൈക്കിളിൽ കാറ്റടിക്കുന്ന പമ്പ. നോക്കിയേ, അവൻ സൈക്കിളിൽ കാറ്റടിക്കായിരുന്നു. അയ്യടാ പാവം, വെറുതെ അടികൊണ്ട്. അപ്പൊ പുറകുവച്ച് തന്ന് കാറ്റടിച്ചാലടാ. അന്നു നിന്നെ കണ്ടതിൽ പിന്നെ അനുരാഗമെന്താന്ന് ഞാൻ അറിഞ്ഞു. ആരാണത്? ഞാനാണ് ചേട്ടാ. പാട്ട് പാടിയത് ആരാന്ന്? അതാരാണ്? അയ്യോ വിജയ ചേട്ടാ, ഇന്ന് നമുക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റുമെന്ന് തോന്നണില്ല. ഈ വടിവാളാക്കേണ്ടി വരുമെന്നാണ് തോന്നണത്. വാ. ആകാശവാണി, തിരുവനന്തപുരം, തൃശൂർ, ആലപ്പുഴ. ഇപ്പോൾ സമയം 10:10. റേഡിയോടാ. റേഡിയോ തല്ലിപ്പൊളിച്ചത്. എന്നാ വാ, റെസ്റ്റ് എടുക്കാം. വാ. കട്ടിലെവിടെയാണ്? വീട് വൃത്തിയാക്കുമ്പോൾ പെൺകുട്ടികൾ ശ്രദ്ധിക്കേണ്ട ഗാനങ്ങൾ, അതായത് പ്രണയഗാനങ്ങൾ. അന്നു നിന്നെ കണ്ടതിൽ പിന്നെ അനുരാഗമെന്തെന്നു ഞാനറിഞ്ഞു. അതിനുള്ള വേദന ഞാനറിഞ്ഞു. അന്നു നിന്നെ കണ്ടതിൽ പിന്നെ അനുരാഗം. നിന്റെ കൂടെ ഡ്യുവറ്റ് പാടാനല്ല ഞാൻ വന്നത്. നിനക്ക് അനുരാഗം വരുമ്പോ നീ ഓരോരോ ശബ്ദം ഉണ്ടാക്കും. അതിന്റെയൊക്കെ തല്ലുകൊള്ളുന്നത് ഞാനും. ഇനി നിന്റെ ഒരു ശബ്ദം അപ്പുറത്ത് കേൾക്കാൻ പാടില്ല. ഇങ്ങോട്ട് വന്നേ. ഈ ടേപ്പ് ഇരിക്കട്ടെ. മ്യൂസിക് കേട്ടോണ്ട് ജോലി ചെയ്യാൻ ഒരു പ്രത്യേക സുഖമാണ്. അടുക്കളയിൽ ഒരുപാട് പണിയുണ്ട്. ചേട്ടാ, വിജയ, ചേട്ടൻ എന്തെടുക്കേണ്? ഞാൻ മുറുക്കേണ്. മുറുക്കണാ? ദൈവമേ, എന്ത് സാധനം ലൂസായത്? വെറ്റില മുറുക്കേടാ. ചേട്ടാ, എഞ്ചാടാ. ഈ ബാത്റൂം എവിടെയാണ്? നീ ഇപ്പൊ എവിടെയാണ്? ഞാൻ കട്ടിലേക്ക് കിടക്കേണ് ചേട്ടാ. മോനെ, ബാത്റൂം നിന്റെ അടുത്തേക്ക് വരണോ അതോ നീ ബാത്റൂമിലേക്ക് പോവോ? ഞാൻ ബാത്റൂമിലേക്ക് പൊക്കോളാം. എനിക്ക് അങ്ങനെ വലിയ ഭാവമൊന്നുമില്ല. എന്നാ നീ അവിടെ നിന്ന് എണീറ്റേ. എഴുന്നേറ്റാ? എഴുന്നേറ്റ്. ഇനി ഒരു 4 സ്റ്റെപ്പ് മുമ്പോട്ട് നടക്ക്. ഇത് കസേരയല്ല ചേട്ടാ. കസേര എത്തിയാ? എത്തി. റൈറ്റ്.
ഒഴിച്ചോട്ടെ. ആ ഒഴിച്ചോ. എന്താ നീ ഒഴിക്കാൻ പോകുന്നത്? മൂത്രം. മൂത്രം ഒഴിക്കാൻ ബാത്റൂമിൽ പോടാ. അതല്ലേ വെച്ചാ ബാത്റൂം എവിടെയാണെന്ന്. വലത്തോട്ട് പോടാ. വലത്തോട്ട്. ആ റൈറ്റ്. വലതുവശം റൈറ്റാന്ന് എനിക്കറിയാം. അറിയാലേ? ആ. ഇനി തിരിഞ്ഞോ. ആ തിരിഞ്ഞ്. തിരിഞ്ഞെങ്കിൽ നേരെ വെക്കും. നേരെ. നേരെ. ആ, നേരെ പോണേ. ഏയ്. ആ, ആ. ദേ, ദേ, ഇവിടെ കൊണ്ട് വെച്ച്. ഒറ്റ ഇടിവെച്ചെന്നാണല്ലോ. ആരാ? നിന്റെ അച്ഛൻ. അനാവശ്യം പറയുന്നു. അനാവശ്യം കാണിക്കാം, അനാവശ്യം ഒഴിക്കാൻ ചെയ്യാം. ഒറ്റ അടിപ്പ. അടിക്കല്ലേ? ചന്ദ്രു, അറിഞ്ഞോണ്ടല്ല, അറിയാതെ പറ്റിയതല്ലേ. നിന്റെ അറിവില്ലാതെ എങ്ങനെയാ എത്രയും മൂത്രം പോണേ? തനിക്ക് എന്താ ഓട്ടോമാറ്റിക്കാ? മാറിക്കണങ്ങട്. ചേട്ടനാ. എന്താടാ ബാത്റൂമില്? അതെ, ഞാൻ അറിയാതെ ഒരാളുടെ ദേഹത്ത് മൂത്രം ഒഴിച്ചു പോയി. കേട്ടല്ലോ, ഒരെണ്ണം അങ്ങോട്ട് പൊട്ടിക്ക്. ആള് മാറിപ്പോയി. എന്നെ തന്നെ തന്നെ ഇത് ഞാനാ പങ്കജാച്ചൻ. ആള് മാറിയിട്ടില്ലടാ, നിന്നെ തന്നെയാണ് തല്ലിയത്. നീ എന്തിനാണ് ഞങ്ങളുടെ കുളിമുറിക്കര വിളിച്ചിരുന്നത്? കേൾക്കുന്നില്ലേ? ഇത് പണ്ടാരാണ്. കുളിമുറിക്കരി ഒളിച്ചിരിക്കായിരുന്നു. ഇത് കുളിമുറി അല്ല. ആശാനെ ഇത് കുളിമുറിയല്ല, ഞങ്ങളുടെ അടുക്കള. ആണോ? ഞങ്ങളുടെ കുളിമുറിയിലാണ് നിന്റെ കടുക്ക വെച്ചിരുന്നത്. ബാത്റൂമിലാണ് കളി. ഏട്ടൻ ഇവിടെ വന്നേ. എന്താ ഈ കാണിക്കുന്നേ? മോളെ അവന്മാര് നമ്മുടെ കുളിമുറിക്കര വിളിച്ചിരിക്കാ. അയ്യോ ഏട്ടാ, ഇത് നമ്മുടെ കുളിമുറിയല്ല, ഇത് അവരുടെ വീടാ. ആ ഇതെന്ത് പണ്ടാരാണ്? ആ ഓണറെ, ആ. അവരുടെ വീടെന്തിനാ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടു വെച്ചിരിക്കണത്? അയ്യോ ഏട്ടാ, അവരവരുടെ വീട്ടിൽ തന്നെയാ. നിങ്ങളാ ഇങ്ങോട്ട് കയറി വന്നത്. അപ്പൊ ഈ രണ്ട് വീടും തമ്മിൽ വേർതിരിവൊന്നും ഇല്ലല്ലേ? വിജയ, ചേട്ടാ, ഇനിയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. ചേട്ടാ, വിജയ, ഇനിയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. ആ. നമ്മുടെ പഴയ വടിയൊക്കെ ഒന്ന് മാറ്റണം. അതെ, മാറ്റടോ. എന്നിട്ട് ഒരു ഇരുമ്പോലൊക്കെ മേടിക്കും. ചന്ദ്രു വല്ലതൊക്കെ പറഞ്ഞു കൊടുക്കല്ലേ, ഇനി ഒലക്കേം കൊണ്ടിറങ്ങും. അതെ, സോറി. ഓടി. നിന്റെ ഈ ഏട്ടന്മാരുണ്ടല്ലോ, അവരെ വെറുതെ വിടുന്നു വിചാരിക്കണ്ട. ചന്ദ്രു, ആ കത്തി ഇങ്ങനെക്ക്. ഏയ്, അതൊന്നും വേണ്ട. നിന്നോട് എടുക്കാനാ പറഞ്ഞത്. എന്തിനാടാ ഇപ്പൊ കത്തി? എന്റെ രണ്ട് കണ്ണും കുത്തിയെടുത്ത് യവന്മാർക്ക് ഓരോന്ന് വെച്ചു കൊടുക്കാനാടാ. ഇല്ലെങ്കിൽ യവന്മാരനെ തല്ലി കൊല്ലും. കൊള്ളുവടാ. നിന്നെ പോലുള്ള അലവരാധികൾ എവിടെ ചെന്നാലും തല്ലുകൊള്ളും. അതിന് ഞങ്ങളെ കുറ്റം പറയരുത്. ആ, നിങ്ങൾ വിചാരിക്കും പോലെ കുഴപ്പക്കാരൊന്നല്ല ഈ പിള്ളേര്. ദേ, ഈ പങ്കായച്ചനുണ്ടല്ലോ, ഇന്ന് വരെ ഒരു പെണ്ണിന്റെ മുഖത്ത് പോലും നോക്കില്ല, അറിയോ? ഒരു പെണ്ണും ഇതേവരെ എന്റെ മുഖത്ത് നോക്കിയിട്ടില്ല, അറിയോ? പക്ഷെ ഈ പയ്യൻ പങ്കായച്ചനെ പോലെയല്ല. ഹലോ. ആ, കാണാൻ മിടുക്കനാണ്, സുന്ദരനാണ്. ഏത് പെൺകുട്ടി കണ്ടാലും ഒന്നും നോക്കിപ്പോവും, അല്ലേ? വിജയ്, ഏട്ടാ. പോകത്ത്. വിജയ്. ഓ ഏട്ടാ. അപ്പൊ പോയില്ലല്ലേ? ശ്ശോ, വിജയ്, എന്തോ ഏട്ടാ. ഓടിയത്ത്. വിജയ്. ഇയാൾ എന്തുമാത്രം പുസ്തകങ്ങൾ എഴുതിട്ടെന്ന് അറിയാമോ? കേട്ടില്ലേ കേട്ടില്ലേ? ഒരുപാട് കവിതകൾ എഴുതി കൂട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ കണ്ടില്ലേ? ഇതാണ് മഹായുവ കവി ചന്ദ്രഹാസൻ. പറഞ്ഞാൽ നിങ്ങൾ അറിയും. നിങ്ങൾ പാടുന്ന പാട്ടുകളില്ലേ, അതൊക്കെ ഇയാൾ എഴുതിയ കവിതകളാ. സത്യമാണോ പറയുന്നത്? ആ കവിതകളൊക്കെ എഴുതിയ കവി ചന്ദ്രഹാസനാണോ ഇത്? അതേന്ന്, ഈ ഏരിയയിലുള്ളവരൊക്കെ ചന്ദ്രന്റെ ആരാധകരാ. മാഷെ ക്ഷമിക്കണം കേട്ടാ. നോ പ്രോബ്ലം. ഞങ്ങൾക്ക് ആളറിയില്ലായിരുന്നു പക്ഷേ. മാഷിന്റെ കവിത എന്ന് പറഞ്ഞ വിജിമോൾക്ക് ജീവനാ. വിജയ്, മോളെ ഇങ്ങോട്ട് വന്നേ. ഇതാരാണെന്ന് അറിയാമോ? ചന്ദ്രഹാസനാ. ഏട്ടാ, എന്താ മോളെ? ദേ ഇയാളുണ്ടല്ലോ. ഇയാളോ? മാഷെന്ന് പറ മോളെ. എന്താ മാഷ ഒന്നും മിണ്ടാത്തെ? ഞങ്ങളോടുള്ള പിണക്കം മാറിയില്ലേ? ഞങ്ങൾക്ക് കണ്ണ് കണ്ടൂടല്ല മാഷെ. ഏയ്, എനിക്ക് പിണക്കൊന്നുമില്ല, സ്നേഹം മാത്രമേ ഉള്ളൂ. വാ മാഷെ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. വാ. മോളെ, മാഷക്ക് നല്ലൊരു ചായ ഉണ്ടാക്കി കൊടുക്ക്. നല്ല സ്ട്രോങ് ആയിക്കോട്ടെ, കുടിച്ചാ തല പെരിക്കണം.